വർഷങ്ങളായി താടി വളർത്തിയ ലുക്കിലാണ് മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനെ സിനിമകളിലും അല്ലാതെയും കാണാറുള്ളത്. 2019 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന് ശേഷമാണ് മോഹൻലാൽ സ്ഥിരം താടി ലുക്കിൽ എത്തി തുടങ്ങിയത്. തുടർന്നിറങ്ങിയ എല്ലാ സിനിമകളിലും മോഹൻലാലിന് താടിയുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബറോസിലും ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന എമ്പുരാനിലും മോഹൻലാലിനെ താടിയിൽ കാണാം. കൂടാതെ മോഹൻലാലിന്റെ താടിയെ ചൊല്ലി പല അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാന് വേണ്ടിയാണ് താൻ താടി മാറ്റാത്തത് എന്നായിരുന്നു മോഹൻലാൽ നൽകിയ മറുപടി. ഇപ്പോഴിതാ എമ്പുരാൻ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ താടി വളർത്തിയ ഗെറ്റപ്പ് മാറ്റി എത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മോഹൻലാൽ. ബഹ്റിൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായിയായ ഡോക്ടർ ബി രവി പിള്ളയെ ആദരിക്കുന്ന ചടങ്ങിലാണ് പുത്തൻ ലുക്കിൽ മോഹൻലാൽ എത്തിയത്. പരിപാടി നടന്ന ടാഗോർ തിയേറ്ററിൽ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. താടി ഡ്രിം ചെയ്ത ലുക്കിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് താരം താടി ഡ്രിം ചെയ്തൊരു ലുക്കിൽ എത്തുന്നത്. അതേസമയം മോഹൻലാലിന്റെ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന സത്യൻ അന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ ഈ ലുക്കിലാകും താരം എത്തുക എന്നാണ് റിപ്പോർട്ട്. എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണിത്.